പിന്നെ ചിലപ്പോൾ അവിടുന്ന് ലോറി വരുമ്പോൾ ഡ്രൈവർ മണിയമ്പള്ളി രാജ് സാർ ഇവിടെയാണ് അവസ്ഥ ഒരു കവർ തന്നിട്ടുണ്ട് ഗുരുവായൂർ നോക്കുമ്പോൾ 2 സീൻ. അപ്പോൾ ഞാനും ശോഭനയും ചോദിച്ചുള്ളൂ, മോഹൻലാൽ എല്ലാ ദിവസവും ഉണ്ടല്ലോ ഇവിടെ. ക്ലേശം അന്നുമില്ല, മലയാള സിനിമയിൽ ഇന്നും ആർക്കുമില്ല. ഈഗോ കാണിക്കുന്നിടയ്ക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വീട്ടിൽ പോയിരിക്കുകയും ചെയ്യും. ബേസിക്കലി ഒരു എന്താ പറയുക, പേടിയുള്ള ആളെന്ന് പറഞ്ഞിട്ട് പല രീതിയിലും ആൾക്കാർ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മനോജ് കെ കാണുന്നത് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പേടിച്ച് പിടിച്ചില്ല, എന്നൊരു സൗണ്ടോട് കളി ഞാൻ പേടിച്ച് ഞാൻ മരിച്ചു നിൽക്കും. പാല് തന്നിട്ടിരിക്കുമ്പോൾ കുടിക്കണേ, ഇനി ഭക്ഷണം കഴിക്കണേ, അല്ലെങ്കിൽ ഉമ്മാതി വരും നിന്നെ പേടിച്ച് നിന്നൊക്കെ ഭൂതം കൊണ്ടുപോകും, മര്യാദയ്ക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തുടങ്ങിയ പടിയാണ് ഭൂതം പ്രേതം. നമസ്കാരം, വെൽക്കം ടു ഓൺലിക്കസ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് ഗു എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ചിത്രത്തിന്റെ ഡയറക്ടർ മനു ആൻഡ് പ്രൊഡ്യൂസർ ആൻഡ് ആക്ടർ മണിയമ്പിള്ള രാജ സർ. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ മണിയമ്പിള്ള രാജ സാറിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്നുള്ളത് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോഴാണ് എനിക്ക് സാധിച്ചത്. അതെ, ഇന്നാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. അത് ഗു എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടായാലും ഒരുപാട് സന്തോഷം. ശരിക്കും ഈ മൂവിയുടെ ട്രെയിലർക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു സൂപ്പർസ്റ്റീഷ്യസ്, ഭയങ്കര നമ്മൾ പണ്ടൊക്കെ ഒരു കഥ കാണുന്ന ടൈപ്പ് ഒരു നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു സ്റ്റോറി ആയിട്ട് ഫീൽ ചെയ്തു. ശരിക്കും എന്താണ് മൂവി? ഇമാജിനേഷൻ തന്നെയാണ്, പ്യൂർലി ഇമാജിനേഷൻ ആണ്. ഫുള്ളി ഫിക്ഷണൽ ആയിട്ടുള്ള. ഇപ്പോ ആ ട്രെയിലർ കണ്ടപ്പോ ഒരു കഥ കേൾക്കുന്ന ഫീൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കഥ കേൾക്കുന്ന ഫീൽ ആ സിനിമയിൽ കംപ്ലീറ്റ്ലി ഉണ്ടാവും. അത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ നമ്മൾ കാണുന്ന സിനിമകളുണ്ടല്ലോ, ചില ലൈഫുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകളും അങ്ങനത്തെ സിനിമകളിൽ നിന്ന് മാറി നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സിനിമയായിരിക്കും. ഒരു കഥ കേൾക്കുന്ന പോലെ സിനിമ കാണാം. സാറിന് എന്താണ് ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹം തോന്നിപ്പിച്ചൊരു ഫാക്ടർ എന്തായിരുന്നു? ഞാൻ മനുവിനെ വെച്ച് വേറൊരു പടം ചെയ്യാനിരുന്നതാണ്. അങ്ങനെ അതിൻ്റെ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടും കൂടെ മാളികപ്പുറം കാണാൻ പോയി. ആ പടം കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കുട്ടിക്ക് ഭയങ്കര പൊട്ടൻഷ്യലുണ്ട്, നമ്മൾ ദേവനന്ദയെ ഹീറോ ആയിട്ട് വെച്ചൊരു പടം എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിക്കാവും. പണ്ട് ഇതുപോലെ ഞാൻ മഞ്ജു വാര്യരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യർ ഹീറോ ആയിട്ട് പടം എടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ടി കെ രാജീവ് കുമാർ കണ്ണെഴുതി പൊട്ടും തൊട്ട് എടുത്തത്. അതുപോലെ ദേവനന്ദയെ വെച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. അപ്പം ഒരു കഥ ഉണ്ടാക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു, നിരഞ്ജ് മനുവിൻ്റെ കഥ കേട്ടു, വളരെ നല്ല, അച്ഛൻ ആ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കണം എന്നാണ്. അപ്പോൾ ആ ജനറേഷനുള്ളവരും ഇഷ്ടപ്പെടണമെങ്കിൽ യൂത്തിൻ്റെ ആൾക്കാരല്ല അവരൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഇല്ലാതെ പറയത്തില്ല അവർ. അപ്പം അങ്ങനെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉടനെ ഞാൻ ചാടി വീണില്ല. ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേരുടെ കഥ പറഞ്ഞപ്പം ഒരാൾ പോലും അതിനകത്തൊരു നെഗറ്റീവ് പറഞ്ഞാൽ എല്ലാവരും ഉഗ്രമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ധൈര്യമുണ്ട്. പലരും ചോദിച്ചു, ഇതിനകത്ത് സൂപ്പർ സ്റ്റാർസ് വലിയ ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ല. അപ്പം അത് വേണ്ട, സബ്ജക്റ്റാണ്. ഇന്നത്തെ കാലത്ത് കണ്ടൻറ്റാണ് സ്റ്റാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പടത്തിലേക്കുള്ള തുടക്കം. എന്നിട്ടാണ് ഞങ്ങൾ പോയിട്ട് ദേവനന്ദയെ കാണുന്നു, ഡയറക്ടർ കഥ പറയുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു. ദേവനന്ദ നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ പടം ഉണ്ടാകുമായിരുന്നില്ല. വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല അല്ലേ? അത് എനിക്ക് തോന്നുന്നത് ദേവനന്ദ, ഞാൻ മാളികപ്പുറത്തിന്റെ ടൈമിൽ ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, എന്ത് സ്പോണ്ടേനിയസ് എന്നറിയാം. അതുപോലെ തന്നെ ഈ പടം മുഴുവൻ ഹോൾഡ് ചെയ്യുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരു വെർസറ്റാലിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിനെന്തോ ഒരു ലക്ഷ്മി കടാക്ഷോ എന്തോ ഒരു ഐശ്വര്യമുണ്ട്. അതിനകത്ത് ഒരു ദൈവം ഉണ്ട് ആ കുട്ടിയിൽ. അതാണ് സംസാരിക്കുമ്പോഴും ഒക്കെ ആ പ്രായത്തിൽ കവിഞ്ഞ മെച്യൂരിറ്റി ഉണ്ട്. എന്ത് കാര്യം ചോദിച്ചാലും ആ കുട്ടിക്ക് റിപ്ലൈ ഉണ്ട്. അത് പഴയ കാലത്ത് ഇങ്ങനെ ബാലനടനും ബാലനടിയും വരുമ്പോൾ അതിൻ്റെ പുറകിൽ അവരുടെ അച്ഛൻ റിമോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, കരയും എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും പറയണ്ട, അച്ഛനെ കൊണ്ടുവിട്ടിട്ട് പോകാൻ. ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ചിലപ്പോൾ നമ്മളൊരു സീൻ പറയുകയാണെങ്കിൽ അത് കേട്ട് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്ത് കാണിക്കുമല്ലോ. അപ്പം നമുക്ക് വേണ്ടുന്ന മീറ്ററിനേക്കാളും കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 0.5 കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു 2 പോയിൻറ്റ്സ് കുറയ്ക്കാനൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ പറയുന്ന അതേ മീറ്ററിൽ അത് കുറയ്ക്കും. ഭയങ്കര ഗ്രാസ്പിംഗ് പവറാണ്. എന്നുവെച്ചാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അത് ഒരു സ്കിൽ, ഒരു ബ്ലെസ്സിങ് എല്ലാം ഉള്ള ഒരാളാണ്. നമുക്കിപ്പോൾ ഈ മൂവി ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ബാധ കൂടുന്നതിനെ പറ്റിയിട്ടും അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ വന്ന കാലത്ത് ഒരുപാട് അങ്ങനെ അതിനെ പറ്റിയിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് റിയൽ ആണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, അല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. പിന്നെ ഇപ്പം മൂവീസിൽ റിയാലിറ്റി മൂവീസ് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് നമുക്ക് ഗു ഇറക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് പ്രതീക്ഷ വെച്ചിരിക്കുന്നത്, അതായത് ഇങ്ങനൊരു മൂവി ഈ സമയത്ത് ഇറക്കുമ്പോൾ? പ്രതീക്ഷ എന്നുവെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് കംപ്ലീറ്റ്ലി വേറൊരു ജോണറിലൊരു ഫിലിം. ഇപ്പോൾ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അത് കംപ്ലീറ്റ്ലി
കംപ്ലീറ്റ്ലി വേറൊരു ജോണറാണല്ലോ. പക്ഷെ അതും ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തു. 3 പേരെ വെച്ചിട്ട് മമ്മൂട്ടി സാർ ഉണ്ട് അതിനകത്ത്. പക്ഷെ അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത സിനിമ പോലും പ്രേക്ഷകരെ അംഗീകരിച്ചു. അപ്പോൾ നമുക്കും അതിനകത്ത് അതുപോലെ തന്നെയുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഓഡിയൻസിൽ ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഫിലിംസ് ആണെങ്കിൽ പോലും അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സാർ എനിക്ക് ഇത്രയും വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്, ഈ സിനിമയുടെ കൂടെ വളർന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പണ്ട് കാണുന്ന ഒരു സിനിമ ഷൂട്ടിംഗ് രീതികളല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ വേഴ്സറ്റാലിറ്റി ഇപ്പം ഇത്രയും ഈ ഒരു ചേഞ്ച്, മൂവിയിലെ ചേഞ്ചിനെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന അംബാസഡർ തിയേറ്റർ ഇല്ലേ, പിന്നെ എന്താണ് ഇപ്പോൾ എന്തെല്ലാം ടൈപ്പ് വണ്ടികളുണ്ട്. അതുപോലെയുള്ള മാറ്റങ്ങൾ റോഡിൽ മാത്രമല്ല. ഇപ്പം പണ്ടാണെങ്കിൽ നമ്മളൊരു ഒന്ന് മദ്രാസിലോട്ടോ അല്ലെങ്കിൽ ഒന്ന് കൊല്ലത്തോട്ടോ വിളിക്കണമെങ്കിൽ ടെലിഫോൺ ബൂത്തിൽ ചെന്ന് ക്യൂ നിന്ന് അവിടെ നിന്ന് ഡയൽ ചെയ്താണ് വിളിക്കുന്നത്. പിൽക്കാലത്താണ് പിന്നെ STD വന്നത്. ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് ഇറങ്ങുന്ന കളിയും കാണാം, സ്പോർട്സ് കാര്യങ്ങളും കാണാം, നമുക്ക് എന്ത് വേണം മെസ്സേജ് ചെയ്യണം. നമ്മൾ അമേരിക്കയിൽ ഇരിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാം, മൊബൈലിൽ കണ്ട് സംസാരിക്കാം. അത്രത്തോളം വളർന്നില്ല എല്ലാ ഏരിയയിലും. സിനിമയും അതുപോലെ വളർന്നു. അന്നത്തെ എക്യുപ്മെൻറ്റ്സ്, അന്നത്തെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാം അഡ്വാൻസ്ഡാണ്. മറ്റേ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എപ്പോഴാണ് കാണാം, ഇത് നമുക്ക് അപ്പോഴും തന്നെ കാണാം, അപ്പോഴും തന്നെ നമ്മുടെ സൗണ്ട് കേൾക്കാം, ശരിയല്ലെങ്കിൽ ഒന്നുകൂടി എടുക്കാം. അപ്പം വളരെ ഫാസ്റ്റായിട്ട് സിനിമ വളർന്നു കഴിഞ്ഞു, ടെക്നോളജിക്കലി ഒക്കെ വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ സബ്ജക്റ്റും അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ ഞാനൊരു പ്രേത കഥ എടുക്കാൻ, പ്രേതം, യക്ഷി. ഇന്നത്തെ ജനറേഷൻ ആരും കാണില്ല, പ്രേതവും ഇല്ല, യക്ഷിയില്ല, ഇതൊക്കെ ചുമ്മാ കള്ളക്കഥയാണെന്നൊക്കെ അറിയാം. അപ്പോൾ അവരെ പറ്റിക്കാൻ പറ്റില്ല ഓഡിയൻസിന്. ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു നടക്കുന്ന സംഭവം പോലെ. ഗുളിയൻ എന്ന് പറയുന്നത് ഒരു മിത്താണെങ്കിലും വടക്കൻ മലബാറിലൊക്കെ ഉള്ള ഒരു തെയ്യമാണ്. അവിടുത്തെ ആൾക്കാർക്കെല്ലാം ഇത് അറിയാം. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ അമാനുഷികതയുള്ള അതൊന്നുമല്ല സംഭവങ്ങൾ. പക്ഷേ ഗുളിയൻ്റെ ഒരു പ്രസൻസും ഈ കുട്ടിയുടെ പെർഫോമൻസും ഒരു മനയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തിയേറ്റർ എഫക്ട്സ് എന്ന സംഭവമുണ്ട്, തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ ചെന്നിരുന്ന് ഈ പടം കാണണം. ഇതൊരു OTT കാണുന്നതിനേക്കാളും സുഖം ഇതിൻ്റെ സൗണ്ട് സൈഡ്, വിഷ്വൽ സൈഡ്, എഫക്ട്സ് ആണല്ലോ, VFX, ഇതൊക്കെ ആയിട്ട് കാണുമ്പം ആൾക്കാരൊന്ന്. ഇതിൻ്റെ ഫസ്റ്റ് തിങ് ഞങ്ങൾ കഥ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സിനിമയ്ക്ക് ഉണ്ടാവേണ്ടത് ഇത് കാണുന്ന ഒരാൾക്ക് കിട്ടേണ്ട ആ തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്നൊരു സിനിമയായിട്ട് മനസ്സിൽ കണ്ടുവേണം നമ്മളിതിൻ്റെ സീൻസ് ആയാലും അതിൻ്റെ ബാക്കി മുന്നോട്ടുള്ള എല്ലാവർക്കും ചെയ്യാനായിട്ട്. ആ ഒരു ഫാക്ടർ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഫുൾ വർക്ക് പിന്നെ അങ്ങോട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ട്രെയിലർ കണ്ടു എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ട്രെയിലർ തിയേറ്ററിൽ റിലീസായിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ കണ്ട എല്ലാ ആൾക്കാരും വിളിച്ച് പറഞ്ഞത് ഭയങ്കര കുറച്ച് നേരെ ഉള്ളൂ എങ്കിലും ആ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വേർഷനാണ് സിനിമ. ഈ പറഞ്ഞ പോലെ ഒരു ചിൽഡ്രൻസിനെ വെച്ചിട്ടുള്ള മൂവീസ്, ലീഡ് ചെയ്യുന്ന കുട്ടികളെ ലീഡ് ചെയ്യുന്ന മൂവീസ് എന്നും ഭയങ്കര ഹിറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എടുക്കുകയാണെങ്കിലും മനു അങ്കിൾ ആണെങ്കിലും അതിലൊക്കെ ലീഡ് ക്യാരക്ടേഴ്സ് വരുന്നത് കുട്ടികളാണ്. അങ്ങനത്തെ തോട്ട്സ് എന്തെങ്കിലും ഇതിനു മുന്നേ വന്നിട്ടാണോ ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക് വന്നതൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്? ഈ 2 സിനിമകളും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. അതെ ഇപ്പോഴും. അപ്പോൾ ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എപ്പോഴും ഇങ്ങനെ അവരെ വെച്ചിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ അതിലൊരു ഫാൻറ്റസി എലമെൻ്റ് ഒക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഗുവിൻ്റെ കഥ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോൾക്ക് വെച്ചാൽ ഉറങ്ങാൻ നേരത്ത് അവൾക്ക് ഈ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. ഓരോ ദിവസവും ഓരോ കഥ കേൾക്കണം. അപ്പോൾ ഒരിക്കലും ഈ കഥയിൽ സ്റ്റക്കായി. അങ്ങനെ ഈ കഥ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ സാറിങ്ങനെ മാളികപ്പുറം മോളെ വെച്ചിട്ടൊരു സിനിമ ആലോചിക്കാമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് വന്ന സാധനം മനസ്സിലാതായിരുന്നു. ആ കഥയിൽ മോളായിരുന്നു, എൻ്റെ മോളായിരുന്നു നായിക. അപ്പോൾ അതിനകത്തേക്ക് പിന്നെ ബാക്കി എലമെൻറ്റ്സ് ആഡ് ചെയ്യുമായിരുന്നു. വെച്ചാൽ അതിനകത്തുള്ള ഫാൻറ്റസി, ഹൊറർ എലമെൻറ്റ്സ്. ആ കഥയിൽ ഫാൻറ്റസി ഉണ്ടായിരുന്നു, ഇതിനകത്ത് കുറച്ച് ഹൊറർ എലമെൻറ്റ്സും കുറച്ചുകൂടെ ഡ്രാമ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഒരു ഫുൾ ലെങ്ത് സ്ക്രിപ്റ്റാക്കി സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അതിൽ സാർ ഇൻട്രസ്റ്റ് ആവുകയും ചെയ്തു. അത് കേട്ടുടനെ തന്നെ വെച്ചാൽ ആദ്യം നിരഞ്ജാണ് കേൾക്കുന്നത്. അപ്പോൾ കഥ ഞാൻ കാലിക്കറ്റിലായിരുന്നു ആ സമയത്ത്. നിരഞ്ജൻ ഷൂട്ടിന് കാലിക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം നിരഞ്ജൻ ഷൂട്ടില്ലാത്ത ദിവസം കഥയൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. കൂടെ മോളും ഉണ്ട്. അപ്പോൾ മോളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു, നിരഞ്ജൻ കഥ കേൾക്കുന്നു. ഒരു 3 സ്ഥലത്ത് നിരഞ്ജൻ ഇങ്ങനെ കൈ കാണിച്ചു, പിന്നെ ഗൂസ് ബംസ്. അപ്പം തന്നെ ഫോൺ വിളിച്ചിട്ട് സാറിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ ചലഞ്ച് അതായിരുന്നു, ആ കഥ കേൾക്കുമ്പോൾ ഉണ്ടായ ഗൂസ് ബംസ് തിയേറ്ററിലിരുന്ന് കാണുന്ന ആൾക്കാർക്കും കൂടെ എത്തിക്കുക എന്നുള്ളത്. കാരണം അപ്പോൾ കഥ പറയാൻ ഭയങ്കര എളുപ്പമാണല്ലോ, ബാക്കി ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്തിട്ട് നമ്മൾ ആ എഫക്റ്റ് കൊണ്ടുവരണം. പക്ഷെ അത് എൻഹാൻസ്ഡ് ആയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
ഞാനിപ്പോൾ നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ പണ്ട് നമ്മളിപ്പം ഷൂട്ടിങ്സിൽ ഞാനിപ്പോൾ ഈ വെള്ളാനകളുടെ നാടൊക്കെ കാണുമ്പോൾ ഓർക്കും, ഇപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് വരുന്ന ഒരു ഫ്രെയിം, ആ ട്രാക്ടറുമായിട്ട് പോകുന്ന സീനൊക്കെ നിങ്ങൾ എത്ര വട്ടം ഇപ്പോൾ റോഡ് റോളർ സോറി അതെ, ആ സമയത്തേക്ക് ഷൂട്ടിംഗ് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ക്യാരവാൻ ഇല്ല, എല്ലാവരും സെറ്റിൽ ഒരുമിച്ച് ഒരു ഫാമിലി പോലെ എല്ലാവരും ഒരുമിച്ചായിരിക്കും എല്ലാം ഇരിക്കുക. അപ്പൊ അത് ആ ഒരു എക്സ്പീരിയൻസ് സാർ എങ്ങനെയോ? എക്സ്പീരിയൻസ് ഒരിക്കലും ഉണ്ടാവില്ല. അന്ന് ക്യാരവാൻ ഞങ്ങളെല്ലാം സീൻ കഴിഞ്ഞാൽ വന്നിരുന്ന് സംസാരവും പരസ്പരം കോമഡി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കല് പരിപാടിയൊക്കെ ഉണ്ട്. അന്ന് സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും രാത്രി മൊബൈലില്ല, ലാൻഡ് ഫോണിൽ ശ്രീനിവാസം വിളിച്ചു പറഞ്ഞു. ശ്രീനിവാസം അപ്പം പൊന്നുമുട്ടിയെടുന്ന് താറാന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഗുരുവായൂർ ഞങ്ങളെ കാലിക്കട്ടു. അങ്ങനെ ആണ് പറിച്ചു വരും. പിന്നെ ചിലപ്പോൾ അവിടുന്ന് ലോറി വരുമ്പോൾ ഡ്രൈവർ മണിയമ്പുഴ രാജ് സാർ ഇവിടെ ഒരു കവർ തന്നിട്ടുണ്ട് ഗുരുവായൂർ, നോക്കുമ്പോൾ 2 സീൻ അങ്ങനെ വന്നിട്ട് ഒരു എടുത്ത പടമാണത്. ആ പടം അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റാണ്. മോഹൻലാൽ ഇതുവരെ ചെയ്ത 10 വേഷങ്ങളിൽ ഒരെണ്ണം TP അറിയാമല്ലോ. TP എന്ന് പറഞ്ഞാൽ അതിൽ എപ്പോഴും ഈ TP നാട് നന്നാക്കുന്ന പണി നിർത്തി എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു വേഷമാണ്. എനിക്ക് ശരിക്കും ഭയങ്കര പേഴ്സണലി ആ ഒരു കാലഘട്ടത്തിലെ സിനിമകൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലമായിരുന്നു. ഒരുപാട് വണ്ടർഫുൾ ആക്കിയ കുറച്ച് ആളുകളിൽ ഒരാളാണ് സാർ. അതുകൊണ്ടായിരിക്കും എനിക്ക് സാറിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്നൊരു ആഗ്രഹം. കാരണം സാർ പറഞ്ഞത് ഒരു കാര്യം ഞാൻ എഴുതട്ടെ. ഇപ്പം അന്ന് ക്യാരവൻ ഇല്ലായിരുന്നു, എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു അങ്ങനെ. പക്ഷെ നമ്മുടെ സിനിമയിലെ ഒരു അവസ്ഥയും അങ്ങനെയായിരുന്നു കേട്ടോ. വെച്ചാൽ ക്യാരവൻ ഉണ്ടെങ്കിലും ആൾക്കാർ ക്യാരവനിലിരിക്കാതെ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കും. കാരണം ഒറ്റയ്ക്കിരിക്കാൻ ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്ത മനയിൽ പലർക്കും പേടിയായിരുന്നു. എല്ലാവരും ഒരുമിച്ചുള്ളിടത്തില്ല. അത് കാരണം ചില അതങ്ങനെ ഒരാളുടെ ഫസ്റ്റ് കാരണം നമ്മൾ ആ ഒരു ഇതുവരെ സാധാരണ ഒരു ഹൊറർ പുറത്തുകൊണ്ട് എല്ലാവരും വണ്ടി പിടിച്ച് പോണ വരിക്കാശ്ശേരി മനയിലേക്കാണ്, നമ്മൾ അനന്തപുരം എല്ലായിടത്താണ്. ഇത് ആരും ഷൂട്ട് ചെയ്യാത്തൊരു മനയാണ് പാമ്പാടി കാര്യത്താഴത്ത് മന, അത് തന്നെ പട്ടാമ്പിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വഴിയിൽ വലിയ വണ്ടികൾ പോവില്ല, ക്യാരവൻ പോവില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് വഴി കുറച്ച് വലുതാക്കിയിട്ട് അതിന് സൈസുള്ള ജനറേറ്റർ കാര്യങ്ങളെല്ലാം അതിനെ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുക നിർവാഹമുള്ളൂ. പിന്നെ എല്ലാവരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല. ഈ മനയെ സംബന്ധിച്ചിട്ട് നമ്മുടെ കഥയും കാര്യങ്ങളൊക്കെ ഉടനെ പേടിച്ചിട്ട് എല്ലാവരും പ്രത്യേകിച്ച് കുട്ടികളുണ്ട് ഇതിനകത്ത്, സ്മാർട്ടായിട്ട് 4 പിള്ളേരുണ്ട്, അവരെല്ലാം അവിടെ തന്നെ ഇരിക്കും. ദേവനന്ദയുടെ പോകും, എല്ലാവരുടെ ഫാമിലീസും ഉണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റും ഹൊറർ കഥകളാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകത്തില്ല എല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി സംഭവം അവിടെ ഡെവലപ്പായി വന്നു. അപ്പോൾ സാർ ഇങ്ങനെ പറയുന്നു, പണ്ട് ഇതുപോലെ ആയിരുന്നു, ക്യാരവൻ ഇല്ലാത്ത സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഥകൾ പറയുന്നു. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അവരുടെ ചിരിയും ബഹളവും ആ ഫൺ മൊമെന്റ്സ് മൊത്തം ഇങ്ങനെ കേൾക്കാം. ഞാനേ ഒരു ഫോട്ടോ റിയാക്ഷൻ സെഗ്മെന്റിലോട്ട് പോയിക്കോട്ടെ. സാറിൻ്റെ കുറച്ച് പഴയ ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാറിനെ ഒന്ന് കാണിച്ചിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ ചെയ്യുന്നു. ഫസ്റ്റ് ഫോട്ടോ ഇത് മണിയമ്പിള്ള ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ ഷൂട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിനൊരു ഡ്രസ്സ് വെച്ച് എന്നെ A1 സ്റ്റുഡിയോയിൽ മേനോൻ തന്നെ കൊണ്ടുപോയിട്ട് എന്നെ നിർത്തിയിട്ട് പല പോസിൽ ഫോട്ടോ എടുത്തു. ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഡിസൈൻ തയ്യാറാക്കാനും ലുക്ക് എങ്ങനെ വരുന്നു, അപ്പോൾ അതിനുവേണ്ടി മുടിയൊക്കെ വെട്ടിയിട്ട് ആണ് ആ ഫോട്ടോ എടുത്തത്. അന്ന് ഇത് നടക്കുന്നത് 1981 80 ഷൂട്ട് ചെയ്തത്. 81 മണിയമ്പിള്ള റിലീസ് ചെയ്തത്. 80 ഇത് ഷൂട്ട് ചെയ്തത്. അതുപോലെ ഇപ്പം മുടിയൊക്കെ ഒട്ടിക്കുന്നത് വേറൊരു പടത്തിന് വേണ്ടി, അതിന് ഞാൻ തൊപ്പി വെച്ചിരുന്നത്. സാറിന്റെ ഈ ലുക്കിന്റെ പിന്നിലും ആ ക്യാരക്ടറാണോ? അല്ല, ഇതിപ്പം മോഹൻലാൽ ശോഭന അഭിനയിക്കുന്ന പടമുണ്ട്, തരുൺ മൂർത്തിയുടെ പടം. അതിനകത്ത് ഞാൻ ഒരു 75 വയസ്സായ ക്യാരക്ടറാണ്. അപ്പോൾ 1.5 മാസം താടി വളർത്തി, പിന്നെ ബാക്കി മുടി വെട്ടി. ഇത് എൻ്റെ ഒരു ചോദ്യമായിരുന്നു. ഈ പഴയ ആളുകളെല്ലാം ലാലേട്ടൻ, ശോഭന ചേച്ചി എല്ലാവരും വരുന്നു, നിങ്ങളെല്ലാവരും വീണ്ടും ഒരു ജോയിൻ ചെയ്യുകയാണ്, ഒരു റീജോയിനിങ് ആണെന്ന് ഫീൽ ചെയ്തായിരുന്നു? ഞാനും ശോഭനയെ ജോയിൻ ചെയ്യുള്ളൂ. മോഹൻലാൽ എല്ലാ ദിവസവും ഉണ്ടല്ലോ ഇവിടെ. മോഹൻലാൽ ഞാനിവിടെ അഭിനയിച്ചിട്ട് കുറേ നാളായി. ശോഭന അഭിനയിച്ചിട്ട് 19 വർഷമായി. ഞാനും മോഹൻലാലിവിടെ അഭിനയിച്ചിട്ട് 13 വർഷമായി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ വാക്ക് കറക്റ്റാണ്, ജോയിനിങ്. ആ ഒരു ഫീലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പഴയ കഥ പക്ഷേ ഇങ്ങനെ അഭിനയിക്കുന്നില്ലെന്ന്. പക്ഷേ ഞങ്ങൾ എന്നും മെസ്സേജ് അയക്കും, ഫോൺ ചെയ്യും, ഓരോ സ്ഥലങ്ങളിൽ വെച്ചിരിക്കണം, ഓരോ ഫംഗ്ഷനിൽ പോകും. സുഹൃത്ത് ബന്ധം തന്നെയാണ്. അതിനകത്ത് അവസരങ്ങൾ സിനിമയുണ്ടോ ഇല്ലേ, ഞാൻ തന്നെ ഭാഗ്യവാനാണ്. കാര്യം 100-200 പേര് എൻ്റെ കൂടെ അഭിനയിച്ചവർ മരിച്ചു പോയിട്ടുണ്ട്. സിനിമ വന്നിട്ട് 49 വർഷമായി. ഇപ്പോഴും ഞാനിവിടെ ഉണ്ട്. ഐ എം നോട്ട് കംപ്ലീറ്റ്ലി ത്രോൺ ഔട്ട് ഫ്രം ദ ഇൻഡസ്ട്രി. നല്ല സിനിമകൾ അഭിനയിക്കുക, പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്, വലിയ കാര്യമാണ്. അടുത്തത് ഈ ഫോട്ടോ. ഇത് ഓട്ടം എന്നുള്ള പടത്തിൽ ഞാൻ മോഹൻലാലിനെ എണ്ണ ഇട്ടുകൊണ്ടിരിക്കുന്ന സീനാണ്. ഈ സമയത്താണ് രേഖ വരുന്നത്. അപ്പം പുള്ളി എണ്ണ തയ്ക്കുന്നുണ്ട്, വെളി വരത്തില്ല. അങ്ങനെ ഞാൻ പോയി. ആ സമയത്ത് പുള്ളി ഒരു വരാൻ അണ്ടർവെയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ വെക്കുന്ന അവർ പറയുന്ന ഡയലോഗ് വിടുമെന്ന് പറയും, ഇതിന് മറുപടി വരും. അങ്ങനെ പറയുമ്പോഴത്തേക്കും മോഹൻലാൽ അവർ പോയെന്ന് വെച്ച് ഈ അണ്ടർവെയർ ഇട്ട് വരുമ്പോൾ അവരങ്ങ് നാണിക്കും. ആ സീക്വൻസാണ്.
ഇത് ഇത് മമ്മൂട്ടി ഞാനുമാണ്. ഉം. ഏത് പടത്തിൻ്റെ സെറ്റെന്ന് ഓർമ്മിക്കുന്നില്ല. ഉം. ഇത് നിങ്ങളുടെ ഒരു എക്സ്പ്രഷൻ ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും ക്യൂട്ടായിട്ട്. അങ്ങനെ നിൽക്കുകയാണ് സംഭവം. മമ്മൂക്കായിട്ടുള്ള ഒരു ആത്മബന്ധത്തിനെ പറ്റി ചോദിച്ചാൽ എന്താ പറയുക? എന്നെ ഏറ്റവും ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര മമ്മൂട്ടി ഇഷ്ടമാണ്. അതിനേക്കാളും മമ്മൂട്ടിക്ക് എന്നെ ഇഷ്ടമാണ്. മമ്മൂട്ടി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂട്ടി തന്നെ എല്ലാ കാര്യവും ആരെ മുഖത്ത് പോയി പറയും. തിരിച്ച് അങ്ങനെ ഫ്രണ്ട്ഷിപ്പുണ്ട്. എന്നും വിളിക്കുന്നു, എല്ലാ കാര്യങ്ങളും വിളിക്കുന്നു, വീട്ടിൽ പോകും. അത് വലിയ ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങളൊക്കെ എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 38 കൊല്ലം 40 കൊല്ലമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുകയല്ലേ. 40 കൊല്ലത്തിൽ കൂടുതലേ. അപ്പോൾ ആ ഒരു ബന്ധം കാണുമല്ലോ. അന്ന് ഇവരെ ദുൽഖർ ജനിച്ചിട്ടില്ല. സുറിമിയെ നമ്മൾ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ കല്യാണം ഇത്ര നാൾ കഴിഞ്ഞാണ് അപ്പു, അതായത് പ്രണവ്, മായാക്ക പിന്നെ ഉണ്ടാവും. അങ്ങനെ അല്ല പൃഥ്വിരാജിനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് കുഞ്ഞിക്കാലത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ചോദ്യത്തിന് അന്വർത്ഥമാക്കുന്ന ഒരു ഫോട്ടോയാണിത്. യെസ്, ഇത് താളവട്ടം എന്നുള്ള സിനിമയിൽ നമ്മൾ ഊട്ടിയിൽ പേം എന്നൊരു സ്ഥലമുണ്ട്. അന്നും കാരവനുള്ള കാലമല്ല. അപ്പം നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് മോഹൻലാലൊക്കെ തറയിലായിരിക്കുന്നുണ്ടല്ലേ, ജഗത് ശിവകുമാർ, സുമേഷ്. അതിനകത്ത് 3-4 പേര് മരിച്ചു. എം ജി സ്വാമി മരിച്ചു, സുമാരി ചേച്ചി മരിച്ചുപോയി, നെടുമുടി വീണ് മരിച്ചുപോയി. അപ്പം ഞങ്ങളവിടെ ഇരുന്നൊക്കെ തമാശ വേണം. ഒരാൾ വേറൊരാളിനെ ജഗത് ശിവകുമാർ വയ്യാതായി. അങ്ങനെ ഈ ഫോട്ടോ കറക്റ്റ് ഇതാണ് അന്ന് അങ്ങനെ ഇരുന്നത്. അപ്പോൾ എന്തൊരു രസമാണെന്ന് ആലോചിക്കുക. ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ഇത്രയും പേരും അവരെ ഷോട്ട് കഴിഞ്ഞിട്ട് അവരവരെ വണ്ടിയിൽ പോയിട്ട് പിന്നെ അടുത്ത ഷോട്ടിന് വരുമ്പോൾ ഉള്ളൊരു സംഭവമുണ്ട്. മറ്റേ ഇരിക്കുമ്പോൾ നമ്മൾ പറയണം നമുക്ക് അങ്ങനെ ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആ ഡയലോഗ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയിലൊരു ചർച്ചയുണ്ടായിരുന്നു ക്രിയേറ്റീവായിട്ട്. എനിക്ക് തോന്നുന്നു ഈഗോ ക്ലാഷോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഈഗോ ക്ലാഷ് അന്നുമില്ല, മലയാള സിനിമയിൽ ഇന്നും ആർക്കുമില്ല. ഈഗോ കാണിക്കുന്നവരൊക്കെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വീട്ടിൽ പോയിരിക്കുകയും ചെയ്യും. അതാണ് കാവ്യനീതി. ഇപ്പോൾ ദേവനന്ദനെ കൈപിടിച്ച് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമുണ്ട്. പൃഥ്വിരാജ് ചേട്ടനെ നന്ദനം മൂവിയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് മണിമുള്ള രാജു സാറായിരുന്നു. അന്ന് ഓർത്തിരുന്നോ ഇന്ന് രാജുവേട്ടൻ ഒരു വേൾഡ് ഫേമസ് ആക്ടറായി മാറുമെന്ന്? നമുക്കറിയാൻ പറ്റില്ലല്ലോ, ഒരാളുടെ തലയിൽ ഇത് അറിയാൻ പറ്റില്ല മാറി പോണ. അതൊക്കെ ഞാൻ ഒരു ഓരോരുത്തരുടെ വിധിയാണ്, ജാതകമാണ് അവർ വരിക എന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് അവരുടെ സൈഡിൽ കഠിനാധ്വാനമുണ്ട്, ടാലൻസ് ഉണ്ട്, ആൾക്കാരുമായിട്ടുള്ള ബിഹേവിയറിലും ഒക്കെ നല്ല കാര്യങ്ങളാണ്. അതൊക്കെ തന്നെയാണ് പൃഥ്വിരാജൊക്കെ ഈ പൊസിഷനിൽ അർഹിക്കുന്നതാണ്. ഇതിനേക്കാളും അർഹിക്കുന്നതാണ്. അയാൾ ഇന്ത്യയിലും ഒക്കെ ചില പടങ്ങൾ ചെയ്യേണ്ട ആളാണ്. അത്രയും. പിന്നെ നല്ല ഡയറക്ടറും അല്ലേ മമ്മൂട്ടി തന്നെ. അല്ല സോറി, ഇപ്പം ഞാൻ ഈ സെറ്റിലേക്ക് വന്നതിന് എന്തോ പറഞ്ഞപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട് നല്ല ക്രാഫ്റ്റ്സ്മാനാണ്, നല്ല ഡയറക്ടറാണ്. ഇപ്പോൾ എമ്പുരാനും ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ അല്ല ലൂസിഫർ ചെയ്തു. അപ്പോൾ പുള്ളിക്ക് അറിയാമല്ലോ, പുള്ളി എത്രയോ പടം ചെയ്യുന്നു, ഡയറക്ടറിനല്ല, മിടുക്കനാണ് പൃഥ്വിരാജ്. ഒരു അഭിമാനം തോന്നാറുണ്ട് ഞാൻ കൊണ്ടുവന്ന ആളാണ് എന്നൊരു ചിന്ത തോന്നാറുണ്ട്? എനിക്കതിന് അഭിമാനം. ഞാൻ ജസ്റ്റ് കാഷ്വൽ എൻ്റെ ചോദിച്ചു ഇങ്ങനെ നമ്പർ ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലേ. അത് ഞാനത് ഇങ്ങനെ ഒരു മകനെ പ്രസവിച്ചതിന് ആ അമ്മ അഭിമാനിക്കണം, അച്ഛൻ അഭിമാനിക്കണം. ഒരു നിമിത്തമാകാൻ പറ്റിയല്ലോ. അത്രയുള്ള സംഭവം. എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ട് എനിക്ക് അവിടുന്ന് പ്രൈസ് കിട്ടിയോ, കൊണ്ടുപോയ ഓട്ടോറിക്ഷക്കാരനാണ് അതിൻ്റെ അഭിമാനം. അയാൾ മത്സരത്തിന് കൊണ്ടുവിട്ടിട്ട് അയാളെ പൈസ മഞ്ചിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പ്രേക്ഷകർക്ക് എത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മൂവി കഴിയുമ്പോൾ കിട്ടുക എന്നാണ് തോന്നുന്നത്? ഞാൻ നേരത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്, അതെന്തായാലും കിട്ടും. നേരത്തെ നമ്മൾ ആദ്യം തുടങ്ങിയ സംഭവം ഒരു കഥ കേൾക്കുന്ന ഒരു കഥാലോകത്തേക്ക് പോയി തിരിച്ചു വരുന്നൊരു ഫീൽ കിട്ടും. ആ 2 മണിക്കൂർ ആ ഒരു കഥാലോകത്ത് പോയിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ ദേവനന്ദ ചെയ്യുന്ന ക്യാരക്ടർ മിന്ന എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. നിരഞ്ജ് ചെയ്യുന്ന ക്യാരക്ടർ മിത്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ 2 പേരും നമ്മൾ ചില വെക്കേഷൻസിനൊക്കെ നാട്ടിൽ പോകുമ്പോൾ ചില കസിൻസ് കാണും, 1-2 പേര് കാണും. എന്നുവെച്ചാൽ അവർ ഫുൾ കഥകളുമായിട്ടായിരിക്കും വരുന്നത്. നമ്മൾ കഥകൾ കേൾക്കാനായിട്ട് ആ കസിൻ്റെ ചുറ്റും പോയിരിക്കും. അപ്പോൾ അങ്ങനത്തെ 2 കസിൻസാണ് ഈ മിന്നയും മിത്രനും. ഇവർ പറയുന്ന ചില കഥകളിലൂടെയാണ് ഈ കഥ, ആ കഥ ഓഡിയൻസിനെ കണ്ട് ഇരിക്കാം, കൺവേ ആകുന്നത്. അല്ല, ആ കഥയിലൂടെയാണ് ഓഡിയൻസ് ആ 2 മണിക്കൂർ അവിടെ ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു നറേഷൻ പോലെ പോകുമായിരിക്കും അല്ലേ? അത് നരേഷൻ പോലല്ല, ഞാൻ പറയാ ചില അവരുടെ കഥകളിലാണ് ഈ സിനിമ നിൽക്കുന്നത്. എനിക്കൊന്ന് കുറച്ച് നൊസ്റ്റാൾജിക് ആണെന്ന് തോന്നുന്നു ഈ മൂവി കണ്ടപ്പോൾ. കുറേ കാര്യങ്ങൾ, ഈ കുടുംബം, കൂട്ടുകുടുംബം, ഇല്ലം പോലത്തെ വീട്, അവിടെ ഇങ്ങനത്തെ കസിൻസ് കുട്ടികളെല്ലാവരും കൂടെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ കസിൻസ് എല്ലാവരും വെക്കേഷനൊക്കെ ഒത്തുകൂടുന്നൊരു ഫീല്
വന്നിരുന്നു. ഇപ്പൊ ഈ കസിൻസിന്റെ കഥ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതാണ് തോന്നിയത്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കസിൻസിൻ്റെ ഇതിൽ പോകുമ്പോൾ അവിടെ എൻ്റെ ചുറ്റും കസിൻസൊക്കെ വന്നിരിക്കും. കാരണം എനിക്ക് പണ്ട് ഈ ഹൊറർ കഥകൾ പറയാനും പേടിപ്പിക്കാനും ഒക്കെ ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ കഥ പറഞ്ഞ് അവസാനം പാതിരാത്രി ആകുമ്പോൾ എനിക്കും പേടിയാവും. പിന്നെ എല്ലാവരും കൂടെ ഒരു റൂമിൽ തന്നെ കിടക്കും, ഒരു ബെഡിലെ സ്ഥലമില്ലെങ്കിലും എന്നുവെച്ചാൽ ബെഡിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും വന്നാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ. അപ്പോൾ ഞാൻ ആ കഥ എഴുതുന്ന സമയത്ത് ആ ക്യാരക്ടറൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ ആ ഒരു ഓർമ്മയിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് നമ്മുടെ ഓഡിയൻസിനകത്ത് ഉണ്ടാവും. സാർ എനിക്ക് ഒന്ന് കുറച്ച് ഈ പറയുന്ന പോലെ കൗണ്ടർ പറയാനും ഇതുപോലെ കഥകൾ ഇമാജിനേഷനിൽ നിന്ന് പറയാനും ഒക്കെ ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ്. അപ്പൊ ഇതുപോലെ കസിൻസിനെ പേടിപ്പിച്ചിട്ടുണ്ടോ കുഞ്ഞുനാളിൽ? എന്നെ പേടിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ബേസിക്കലി ഒരു എന്താ പറയാ പേടിയുള്ള ആളെന്ന് പറഞ്ഞിട്ട് പല രീതിയിലും ആൾക്കാർ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. സത്യം. ഞാൻ ഇവിടെ പോർച്ചുഗലിൽ ഒരു പടത്തിന് ഷൂട്ടിങ്ങിന് പോയി. പോർച്ചുഗലിൽ പോകുമ്പോൾ അവിടെ നമ്മൾ താമസിക്കുന്ന ഒരു പഴയ കൊട്ടാരം പോലെ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഹോട്ടലാണ്. ആ ഹോട്ടലിൽ പോകുമ്പോൾ റിസപ്ഷന് മുമ്പ് തന്നെ അവിടുത്തെ പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള രാജാവിൻ്റെ രാജ്ഞിയുടെയും ശവകുടീരമാണ്. അവിടെ തീർന്നു നമ്മൾ ഹോട്ടലിൽ കയറുമ്പോഴത്തേക്ക്. എന്നിട്ട് ഹോട്ടലിൽ കയറുമ്പോൾ അവർ പറയും അവിടെ വളരെ പോസിറ്റീവാണ്. ചില സമയത്ത് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പലരും പറയുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്കൊരു മുറി കിട്ടി. ഞാൻ മുറി കിടന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞ് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഒരു ടെൻഷൻ. ഞാൻ കാണാത്ത ഒരാളെ രൂപം പോലെ പറഞ്ഞു. അങ്ങനെ ഞാൻ പേടിച്ച് പതുക്കെ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത റൂമിൽ മനോജ് കേജനുണ്ടെന്ന്. മനോജ് കേജൻ അപ്പുറത്തുണ്ട്. ആ മനോജ് കേജനെ കാണാനായിട്ട് അതിൻ്റെ അപ്പുറത്ത് മുകളിൽ പൃഥ്വിരാജ്. അങ്ങനെ മനോജ് കേജ് കാണാൻ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പേടിച്ച് പിടിച്ചില്ല. ഓ എന്നൊരു സൗണ്ടോട് കൂടി ഞാൻ പേടിച്ച് ഞാൻ മരിച്ചു നോക്കിയപ്പോണ്ടല്ലോ പേടിച്ച് തെറിച്ച് തലവഴി മഫ്ളർ കൊണ്ട് മനോജ് കേജ് ഇങ്ങോട്ട് വരെയായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഒന്ന് പേടിപ്പിക്കാണ്ട് ആ തൂണിൻ്റെ മറ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ചാടിയാണ്. മരിക്കാൻ ഇതൊക്കെ മതി. നിഷ്കളങ്കനായ ഒരു ഹൃദയത്തിനുടമയാണെന്ന് തോന്നുന്നത് സാർ. പേടിപ്പിക്കാൻ പറ്റുന്നത് എനിക്കൊന്ന് കുറച്ച് നിഷ്കളങ്കത കൂടിയവരെയാണ്. ഞാൻ ഈ കഥ പറയുമ്പോൾ കഥയിലെ നമ്മുടെ കഥയ്ക്കകത്ത് പേടി എന്ന് പറഞ്ഞൊരു ഇമോഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആ സ്ക്രിപ്റ്റ് ഫുൾ കേട്ട് കഴിഞ്ഞപ്പോൾ സാർ ഇതേ കാര്യങ്ങൾ, അതായത് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് സാറ് പേടിച്ചിട്ടുള്ള ഇൻസിഡൻസ് ഓരോന്നായിട്ട് ഇങ്ങനെ പറയുന്നു. എനിക്ക് തോന്നി ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ പുള്ളിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് ആ ഒരു ഫാക്ടറിലാണ്. പിന്നെ എന്താണ് ഈ കുഞ്ഞിലെ എടുത്തുമ്പോൾ നമ്മുടെ അമ്മ പാല് തരുമ്പോൾ തൊട്ട് തുടങ്ങുകയാണ് ഭയം. പാല് തന്നിട്ടിരിക്കുമ്പോൾ കുടിക്കണേ, നീ ഭക്ഷണം കഴിക്കണേ, അല്ലെങ്കിൽ ഉമ്മാക്കി വെച്ച് നിന്നെ പേടിക്കും, നിന്നെ ഭൂതം കൊണ്ടുപോകും, മര്യാദയ്ക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് തുടങ്ങിയ പടിയാണ് ഭൂതം പ്രേതം. പിന്നെ അമ്മുമ്മയൊക്കെ വന്നിട്ട് ഹൊറർ കഥകൾ പറയും. രാത്രി അമ്മ വെള്ള സാരി കൊടുത്ത് ചുണ്ണാമ്പ് പോയിക്കാൻ വേണ്ടി എച്ചി കഥകൾ. പിറ്റേന്ന് നീ ചുണ്ണാമ്പ് കൊടുത്താൽ നീ പിറ്റേന്ന് പനയുടെ താഴെ നിൻ്റെ മുടിയും എല്ലുവേ കാണുള്ളൂ. എന്നിട്ട് നമ്മളെ പേടിപ്പിച്ചിട്ട് രാത്രി വെളിയിറങ്ങാൻ പറ്റാതെ. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഇരുട്ട് പേടിയാണ്. ഒരു ഹോണ്ടഡ് പ്ലേസിലൊക്കെ ഉള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. ആരും ഇല്ലാത്തൊരു വഴി നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ ആരും ഇല്ലാത്തൊരു വഴി നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒരു മരത്തിൻ്റെ അവിടെ നിന്ന് ചാടിയാൽ നമ്മൾ മേടിച്ചു. പേടി എന്നുള്ള വികാരം എല്ലാവർക്കും ഉണ്ട്. പലരും പറയില്ല, സമ്മതിക്കത്തില്ല. പലരും ആരും പറയില്ല. ഞാൻ തുറന്ന് പറയുന്നേ ഉള്ളൂ. ഇത് ഞാൻ ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ്, ദിലീപേട്ടൻ പറഞ്ഞതാണ്. ലൈക്ക് ഇപ്പം മൂവീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ ലൈഫ് നാച്ചുറൽ മൂവീസ് അതിൻ്റെ പുറകെ പോവാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു ഫിക്ഷനാണ്. സിനിമ വേറൊരു ലോകമാണ്. അത് റിയാലിറ്റി ആവണം എന്ന്, അങ്ങനെ റിയാലിറ്റി ആണെങ്കിൽ നമുക്ക് സാധാ കാണുന്ന കാര്യങ്ങൾ എടുത്താൽ പോരെ. സിനിമ എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ലോകമല്ലേ എന്ന് ചോദിച്ചൊരു ദിലീപ് പറഞ്ഞ റിയാലിറ്റി ആണെങ്കിൽ ഡോക്യുമെൻ്ററി ഉണ്ടാകും. റിയാലിറ്റി നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളൊരു എൻ്റർടൈനറാണ് സിനിമ. നമ്മൾ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ഈ പടത്തിനകത്ത് ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു, നിങ്ങൾ 2 മണിക്കൂർ 5 മിനിറ്റ് ഈ സിനിമ കാണുമ്പോൾ 1 മിനിറ്റ് പോലും ബോറടിക്കത്തില്ല. നിങ്ങളൊരു ടിക്കറ്റ് എടുത്തിട്ട് ഒരു 3 മണിക്കൂർ അതിനകത്ത് ഇരിക്കുക. ഒരു പാട്ടുമില്ല, ഒരു സംഘടനവുമില്ല, ഒരു കോമഡി ഇല്ല. വിരസമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അതുകൊണ്ട് പടം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഇപ്പം നമ്മൾ കണ്ടില്ലേ പ്രേമലു, ഭയങ്കര രസമുള്ള പടമാണ്. അതോടെ അതുപോലെ തന്നെ മഞ്ഞുമേൽ ബോയ്സ്, അതൊക്കെ നമ്മളെ പിടിച്ചിരുത്തിയല്ലേ തിയേറ്ററിൽ. അതുകൊണ്ട് നല്ല സബ്ജക്റ്റ് എന്ന് വന്നാലും മലയാളം പ്രേക്ഷകർ സ്വീകരിക്കും. മലയാളമല്ല, ഓൾ ഓഡിയൻസ്. അതിൽ പെർഫോമൻസസ് റിയലിസ്റ്റിക് ആവാൻ ശ്രദ്ധിച്ചാൽ മതി. അതിൽ ആക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആക്ടിങ് ആണെന്ന് തോന്നുന്നൊരു മൊമെന്റിൽ അത് പോയി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചെറിയ കുട്ടികൾ വെച്ചാൽ 5 വയസ്സുള്ളൊരു കുട്ടി മുതൽ സാറ് വരെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രായം കൂടിയോ? അതെ, ഏറ്റവും സീനിയർ ആയിട്ടുള്ള. അപ്പോൾ ഈ 5 വയസ്സുകാരി മുതൽ സാറിൻ്റെ ഏജ് വരെയുള്ളൊരു അത്രയും റേഞ്ച് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. വെച്ചാൽ അങ്ങനെ ഒരു ബ്ലെസ്സിങ് കിട്ടി വെച്ചാൽ എല്ലാവരും ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഒരു ഈച്ച് ആൻഡ് എവരി വൺ. അപ്പോൾ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ആക്ടിങ് ഇതിനകത്ത് റിയലിസ്റ്റിക് ആണ്. അവർ എന്ത് കണ്ടിട്ടാണ് അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് സിനിമ കണ്ടിട്ട് വരും. ഇപ്പോൾ സാർ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഇപ്പം ഈ പണ്ടത്തെ നോക്കുമ്പോൾ ഇപ്പം ഈസി അല്ലേ സിനിമ?
ഇങ്ങനെ ചെയ്യാനായിട്ട്. പണ്ട് നമ്മളിപ്പോൾ ഒരു മേക്കപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പെടണമായിരുന്നു. ഇപ്പം താടി മീശ ഒക്കെ വെക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണമായിരുന്നു. ഇപ്പൊ അത് കുറച്ചും കൂടെ ഈസിയാണ് എന്നുള്ള രീതിക്കൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല, പണ്ടായാലും ഈ താടിയും മീശയും കൊട്ടിക്കുന്ന കാര്യമല്ല. ഈ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ പെർഫോം ചെയ്യണ്ടേ, അതിന് അയാൾ റിയൽ ടാലന്റഡ് ആയിരിക്കണം. അല്ലാതെ ഈ മോഡേൺ ടെക്നിക്കൊക്കെ വന്നുകൊണ്ട് അഭിനയം ഈസി ആവുന്നൊന്നും പറയരുത്. അഭിനയം ഈസി ആവുന്നല്ല, ആ ഒരു പ്രോസസ് കുറച്ചും കൂടെ കുറച്ചുകൂടെ ഇത് കുറെ എക്സ്പെൻസീവ് ആയി. ലേറ്റസ്റ്റ് ഒക്കെ ക്യാമറകൾ വന്നിട്ടുണ്ട്, എല്ലാ സിസ്റ്റംസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം സിനിമയ്ക്ക് ഇപ്പം പണ്ട് ഹോളിവുഡ് മാത്രമുള്ളിടത്ത് ഇപ്പം ഹോളിവുഡിലെ സെയിം എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, മലയാള പടത്തിനുണ്ട്, തമിഴ് തെലുങ്കിനൊക്കെ വരുന്നവർ. സിനിമയിൽ കുറെ കാര്യങ്ങളൊക്കെ ഔട്ടായി പോയിട്ടുണ്ട്. പണ്ടൊരു നായകൻ പ്രേമിച്ച് കഴിഞ്ഞാൽ ഉടനെ ഗ്രൂപ്പ് ഡാൻസ് ചെയ്ത് 50 പേരാണ് ഡാൻസ് ചെയ്യും. ഇപ്പം അതൊന്നുമില്ല. അതൊക്കെ ആൾക്കാർ വരുമ്പോൾ അതൊക്കെ ഒരു പരിഹാസ്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഡേ പടം കാണണം കേട്ടോ. ഉറപ്പായിട്ടും. എന്തായാലും ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വരുന്നുണ്ട്, നോക്കിക്കോളൂ. അല്ല, ഇത് കാണുമ്പോൾ തന്നെ കാണണം എന്താന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടെത്തുന്ന ഒരു ട്രെയിലർ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാകുന്ന ഒരു ജോണർ ആവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പൊ എന്തായാലും സർ ഒരുപാട് സന്തോഷം. മെയ് 17 മൂവി തിയേറ്ററിൽ വരികയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു ചിത്രമായി മാറട്ടെ. ചിത്രം മാറി കഴിഞ്ഞ് എല്ലാവരും കണ്ട് ഹിറ്റ് ആക്കണം. അതെ അതെ, ഓക്കെ, താങ്ക് യു.